I crashed. I completely crashed. It is not easy for us to do this. Trust me, girls, it's not easy for us to do this. Hello, everybody. Welcome back to this topic of the metabolic project. I started this entire page on Jan 1st, right? So, since Jan 1st, I'm going to gym regularly. Only Sundays are the off days. Like, only Sundays I don't go to gym. All other 6 days I do go to gym. But I'm just doing training as per my body's requirement and how my body is adjusting to the new schedule or routine. So എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെൻ യു സ്റ്റാർട്ട് സംതിങ് ഓൾവേസ് ലിസൺ ടു യുവർ ബോഡി ബിക്കോസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റൈറ്റ് ഹിയർ ഐ എം സിറ്റിംഗ് ഹിയർ വിത്ത് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ ബിക്കോസ് today is the first day where I felt completely down, where I'm not able to do my exercise. So my routine is like I go to 6 days a week to gym, and alternate days I do strength training, and the other days I just do cardio or a kind of cardio. That's it. Or else I'll just relax. So that's the basic thing. And but I make sure that I go to gym because that is something which I'm trying to build that consistency in me. The only principle or the only goal which I have is that I should be able to do this till the date I'm alive. Like ഞാൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നാലും എത്ര നാള് എനിക്ക് ജീവിതം ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഐ ഷുഡ് ബി ഏബിൾ ടു ഗോ ടു ജിം ഡെയിലി മോർണിംഗ്. ദിസ് ഷുഡ് ബി മൈ മോർണിംഗ് തിങ് ഇമ്മീഡിയറ്റ്ലി വൺസ് ഐ വേക്ക് അപ്പ്. അതിപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, നാളെ വെൻ ഐ എം ട്രാവലിംഗ് വിത്ത് വർക്ക് ഓർ അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഒരു വെക്കേഷന് പോയാലും വേർ എവർ ഐ ആം, സൺഡേസിൽ ഐ വോണ്ട് ബി ഡൂയിങ് എനിത്തിങ്. ബട്ട് ഓൾ അതർ 6 days I should be able to wake up from bed and go and do some kind of strength training or cardio. So that is my only goal. ബാക്കി വെയിറ്റ് ലോസ് സംഭവിക്കുന്നതും എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ബാക്കി എല്ലാം നമുക്കൊരു ബോണസാണ്. സോ എനിക്ക് എസ്പെഷ്യലി സംസാരിക്കാനുള്ളത് വിമനോടാണ്. ലൈക്ക് ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ, ഗേൾസ് ഔട്ട് ദെയർ, ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ അസ് ടു ഡു ദിസ്. ട്രസ്റ്റ് മീ ഗേൾസ്, ഇറ്റ്സ് നോട്ട് ഈസി ഫോർ അസ് ടു ഡു ദിസ്. Today I am on my day 23 of my menstrual cycle, and day 23 എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ ഇൻ ദ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിന്റെ ഹൈ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐ എം എ വുമൻ ഹു ഹാസ് 28 to 30 ഡേയുടെ സൈക്കിളാണ് എനിക്ക് റണ്ണിങ്. സോ ഐ സ്റ്റാർട്ടഡ് ഡോക്യുമെന്റിങ് മൈ ഡേയ്സ് സിൻസ് പാസ്റ്റ് 5 to 6 months. ജൂലൈ തൊട്ട് തുടങ്ങി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. ദിസ് ഇസ് 6 month റണ്ണിങ്. സോ ഞാൻ എല്ലാം ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ വാട്ട് ഐ ഡു ഇസ് ദാറ്റ് എവറി ഡേ ഇൻ മൈ ജേർണൽ ഓർ ഇൻ മൈ ഡയറി ഐ റൈറ്റ് വിച്ച് ഈസ് ദ ഡേ, ഏത് ഡേ ആണെന്നുള്ളത്. ഡേ 1 എന്ന് പറയുന്നത് യു ഓൾ നോ റൈറ്റ്, നമുക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, വേർ യു സ്റ്റാർട്ട് ബ്ലീഡിങ്, ദാറ്റ് ഈസ് യുവർ ഡേ 1. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ടുഡേ ഐ എം ഓൺ മൈ ഡേ 23 വേർ ഐ എം ഓൺ മൈ ലൂട്ടിയൽ ഫേസ്. സോ വിമൻ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺസ് എല്ലാം ഭയങ്കര ഗ്രാഫിക്കലി അപ്പ് ഡൗൺ ആയിട്ടാണ് പോണത്. And this will affect our mood, our emotion, the energy we have to do things which we plan to do. സോ ഇതിന് മുന്നേ ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് മുന്നും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിന് മുന്നും എനിക്ക് പറ്റിക്കൊണ്ടിരുന്ന പ്രശ്നം എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് കമ്പയറിങ് മൈസെൽഫ് വിത്ത് അതർ പീപ്പിൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, മെയിൻ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ മൈ ഹസ്ബൻഡ്. ഹി ഈസ് എ വെരി ഡിസിപ്ലിൻ ആൻഡ് വെരി എന്നാ പറയണേ, കൺസിസ്റ്റൻസി ഉള്ളൊരു വ്യക്തിയാണ്. ഹി ഈസ് വെരി ഡെഡിക്കേറ്റഡ് ടു ഹിസ് ഹെൽത്ത്. സോ സിൻസ് പാസ്റ്റ് 3 years ഹി ഈസ് വെരി കൺസിസ്റ്റൻറ്റ് വിത്ത് ഗോയിങ് ടു ജിം, ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ഹെൽത്ത്. എന്തെങ്കിലും നമ്മളിപ്പോൾ ട്രിപ്പിന് പോയാലോ ഹോളിഡേയ്സിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഹിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് ഡൂയിങ് ഹിസ് എക്സസൈസ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരുന്നത് വൈ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്, എനിക്കത് പറ്റുന്നില്ലല്ലോ. ഐ ടു വോണ്ട് ടു ബി ദാറ്റ് ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് വിച്ച് വി ബിലീവ് ഇൻ. ദാറ്റ് ഈസ് ഇഫ് യു ലവ് സമ്മൺ സോ ഡിയർലി, ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഫോർ ദം ഈസ് കീപ്പിംഗ് യുവർ സെൽഫ് ഹെൽത്തി. ഇപ്പം നമ്മുടെ വീട്ടുകാരുടെ അടുത്താണെങ്കിലും പാരൻസിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്താണെങ്കിലും, ഇഫ് യു റിയലി ലവ് സമ്മൺ, ഇഫ് യു വോണ്ട് ടു ഗീവ് സംതിങ് ടു ദം, ജസ്റ്റ് കീപ് യുവർ സെൽഫ് ഹെൽത്തി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗീവ് ടു സമ്മൺ ഹും യു റിയലി ലവ്. സോ ഹസ്ബൻഡ് അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് എന്നുള്ളത് എന്നെ ഭയങ്കര അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു.
And in those days, I was working as well. എനിക്ക് ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, എനിക്ക് മാറി മാറി വരുന്ന ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പല തവണ, ഇഫ് യു ചെക്ക് മൈ യൂട്യൂബ്, നിങ്ങൾ പഴയ വീഡിയോയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ, ഐ ഹാവ് ഡൺ മൾട്ടിപ്പിൾ ചലഞ്ചസ്. ഓക്കെ, എല്ലാം ഒരു ക്രാഷ് ഡയറ്റ്, ഒരു ഫാഷൻ കൈൻഡ് ഓഫ് ഒരു സീസണൽ തിങ് ആയിട്ട് പോയി. ബട്ട് പോകെ പോകെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിവും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഐ ഗോട്ട് ടു നോ ദാറ്റ് ഫസ്റ്റ് തിങ്, നിങ്ങൾക്കും എന്തെങ്കിലും ഇപ്പൊ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, നിങ്ങളുടെ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആൾക്കാർ ലൈക്ക് BP, ഡയബറ്റീസ്, തൈറോയിഡ്, PCOD, PCOS, ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് യു ഹാവ് ടു ട്രാക്ക് ഈസ് യുവർ മെൻസ്ട്രൽ സൈക്കിൾ. ഒരു മന്തിൽ ഡേ 1 തൊട്ട് ലാസ്റ്റ് ഡേ വരെ യു നീഡ് ടു കൗണ്ട്. അപ്പൊ ഡേ 1 എന്ന് പറയുന്നത് ദ ഡേ യു സ്റ്റാർട്ട് ബ്ലീഡിങ്, ആൻഡ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ദ നെക്സ്റ്റ് ബ്ലീഡിങ് സ്റ്റാർട്ട്സ്. ഓക്കെ, സോ യു നീഡ് ടു ട്രാക്ക് ദാറ്റ്. ജസ്റ്റ് ഡേയ്സ് എഴുതിയാൽ മാത്രം പോരാ, യു നീഡ് ടു ലിറ്ററലി റൈറ്റ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ റൈറ്റിംഗ് ഒക്കെ ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് കുറെ ആപ്പുകളൊക്കെ ഉണ്ട്. ബട്ട് ഫോർ മീ ദ ഓൾഡ് സ്കൂൾ ഈസ് ഓൺലി തിങ് വിച്ച് വർക്ക്. ലൈക്ക് ഐ ടേക്ക് മൈ ഡയറി വിത്ത് എ പെൻ, ഐ റൈറ്റ് ഇറ്റ്. എൻ്റെ ഡേ ഏതാണ്, വാട്ട് ഈസ് മൈ ഇമോഷൻ, എനിക്ക് എത്ര എനർജി ഉണ്ട്, ഹൗ ഇസ് മൈ ഫുഡ് ഹാബിറ്റ്സ്, എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടോ. സോ ദീസ് ആർ ദ 5 തിങ്സ് വിച്ച് ഐ ആസ്ക്. ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി for us to incorporate any kind of new routine, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഈ ഒരു സൈക്കിളിന്റെ ഒരു രീതിക്കനുസരിച്ച് നിങ്ങളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ഗൈസ് ടു ഫോളോ ആൻഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ദാറ്റ്. ആൻഡ് ഇന്ന് ഞാനിത് സംസാരിക്കാനുള്ള മെയിൻ പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഐ സെഡ്, January 1 ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ജിം. ഓക്കെ, അതിന് മുന്നേ ഒരു 5 months ഓൾമോസ്റ്റ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 months I was tracking my period cycle, I was tracking my emotions, my cravings, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതൊക്കെയാണ്, ആൻഡ് എപ്പോഴാണ് എനിക്ക് ആ ക്രേവിങ്സ് കൂടുന്നത്. I was doing an entire study on myself. ആ ഡേറ്റ അനാലിസിസ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ January 1 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. സോ January 1 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഐ വാസ് ഇൻ മൈ ഫോളിക്കുലർ ഫേസ്. യു നോ ഇറ്റ് റൈറ്റ്, നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ഡു ദാറ്റ് ഫോർ ദ ഫസ്റ്റ് 10 or 15 days. And right now as we are in the luteal phase, today is the first day where I crashed. Like, ഇന്ന് ഞാൻ മോർണിംഗ് 5 AM എണീറ്റ് പ്രീ വർക്കൗട്ടിൽ ഞാൻ എടുക്കുന്നത് ആപ്പിളും പിന്നെ ബദാമുമാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ഉള്ള ദിവസം ആപ്പിളും എഗ്ഗും ആണ് എടുക്കുന്നത്, ബോയിൽഡ് എഗ്. ഓക്കെ, 1 whole boiled egg. സോ ഇന്ന് എനിക്കാണെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ഇല്ലാത്ത ദിവസമായിരുന്നു. സോ ഞാൻ ആപ്പിളും ബദാമും എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ടോട്ടലി ക്രാഷ്ഡ്. എനിക്ക് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും എനർജി ഇല്ല, ഐ എം നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. എനിക്ക് ഭയങ്കര ഒരു ബേണിങ് സെൻസേഷൻ സ്റ്റൊമക്കിൽ. ദിസ് വാസ് എ ഫസ്റ്റ് ഡേ. ഓക്കെ, Jan 1 തൊട്ട് ഇന്നത്തെ ഡേറ്റ് ഇസ് 21st Jan. ഇന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നത്. ഇതിന് മുന്നുള്ള ദിവസം ഇമോഷണലി ഡിപ്പൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ലായിരുന്നു. ബട്ട് അങ്ങനത്തെ ദിവസങ്ങളിൽ പോലും വെൻ ഐ എം ഇമോഷണൽ ഡിപ്പ്, ഐ യൂസ് ടു ഡു മിനിമം 40 minutes ഓഫ് കാർഡിയോ. അത് ട്രെഡ്മില്ല് മാത്രമല്ല, ട്രെഡ്മില്ല്, എലിപ്റ്റിക്കൽ ആൻഡ് ദെൻ സൈക്ലിംഗ്, ഇങ്ങനെ എല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് ഒരു 40 minutes കാർഡിയോ ഞാൻ ഉറപ്പായിട്ടും എന്നും ചെയ്തിട്ടുണ്ട്. ബട്ട് ടുഡേ ഇസ് ദ ഡേ വേർ ഐ ഹാഡ് ടു സ്റ്റോപ്പ് മൈ സെൽഫ് അറ്റ് 6 minute കാർഡിയോ. ഞാൻ ഇലക്ട്രിക്കൽ ചെയ്തോണ്ട് 6 minute ആയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഐ കുഡന്റ് ഡു ഇറ്റ് അറ്റ് ഓൾ. ദെൻ ഐ വെന്റ്, ഐ ചെക്ക് മൈ BP. BP ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ഓക്കെ. എൻ്റെ BP ഹയർ സൈഡിലാണ് എപ്പോഴും ഇരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ നോർമൽ ജേഞ്ച്. ബട്ട് ആസ് ഫാർ ആസ് ഐ നോ, ഞാൻ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് BPക്ക് വലിയ സീനില്ല. BP ഈസ് അറ്റ് 129/90. ഇറ്റ്സ് എ ഹയർ സൈഡ്, ബട്ട് ഫോർ എ ഹൈപ്പർടെൻസീവ് പേഷ്യന്റ് ലൈക്ക് മീ, BP ആൻഡ് ബെൻസിൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് നോർമൽ. ബട്ട് സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് ഡൗൺ. ദെൻ ഐ ഡിഡ് മൈ റിസർച്ച്. സോ പ്രോബ്ലം എവിടെയാണ് വന്നത്? ദ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിന്റെ ലാസ്റ്റ് ഫേസിലോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും യു എനർജി വിൽ ബി ഡൗൺ. ബട്ട് വൺ തിങ് വിച്ച് ഐ നോ ഈസ് ദാറ്റ് വി വിമൻ ഓർ ഗേൾസ് ഓർ ലേഡീസ്, വി ഹാവ് ടു ലിസൺ ടു അവർ ബോഡി. ഇന്നിപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും മൈ ഹസ്ബൻഡ് ഇസ് സ്റ്റിൽ ഇൻ ജിം. ഓക്കെ, ഹി ഈസ് കംപ്ലീറ്റിംഗ് ഹിസ് വർക്ക് ഔട്ട്. സോ ഞാൻ തിരിച്ചിവിടെ വണ്ടി വന്നു. ഐ എം ജസ്റ്റ് ടേക്കിംഗ് റെസ്റ്റ് വിത്ത് ദിസ് 1 bottle ഓഫ് വാട്ടർ. പയ്യെ സിപ്പായിട്ട് വെള്ളം കുടിച്ചിട്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് റെസ്റ്റ്. ഓക്കെ, പണ്ടത്തെ ഞാനാണെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ലൈക്ക് ഭയങ്കര വിഷമായി പോയേനോ. ഓ മൈ ഗോഡ്, ഐ ബ്രോക്ക് മൈ സ്ട്രീക്ക്. ഞാൻ ഡെയിലി ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്, ഞാനത് ചെയ്തില്ല. ഞാൻ എന്നെ തന്നെ സെൽഫ് ബ്ലെയിം ചെയ്തേനെ.
I'm not able to follow any routine എന്നൊക്കെ പറഞ്ഞിട്ട്. But today I'm not that അമൃത. ഓക്കെ, ഇപ്പം കുറച്ച് വിവരം വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പഠിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ ഐ വോണ്ട് വിമൻ ഔട്ട് ദെയർ ടു നോ ദിസ്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ യു ഓൾസോ ഷുഡ് സി നിങ്ങൾക്ക് എന്താണ് എനർജി ഡിപ്പ് ആവുന്നത്, ഇൻ വിച്ച് സൈക്കിൾ യു ആർ ഇൻ, ലൈക്ക് വിച്ച് സൈക്കിൾ അല്ല, which phase of the menstrual cycle you are in, which day of the menstrual cycle you are in. You should not be directly like self-blaming level ലോട്ട് പോകാൻ പാടില്ല. 1 second. So self-blame ചെയ്യാതെ try to know more about your body, because എത്രയൊക്കെ ഇപ്പം സയൻസിനും ഹെൽത്ത് കെയറിനും സ്റ്റഡീസിനും റിസർച്ച് ബുക്കിനൊക്കെ ഒരു കോമൺ ഐഡിയ മാത്രമേ തരാൻ പറ്റുള്ളൂ. നമ്മുടെ തം പ്രിന്റ്സ് ഡിഫറെൻ്റ് ആയ പോലെ ഫോർ ഈച്ച് വിമൻ the menstrual cycle, the days, the phase, the energy level, our cravings, everything will be different. For each woman it will be different. Trust me, ആർക്കും ഒരുപോലെ ഉള്ളതില്ല. So the only way for you to get out of whatever you are stuck in right now related to your health and emotional and physical health, the first thing is you need to listen to your body. Listen to it every day. Write about it, how you're feeling, what is your thing എന്നൊക്കെ പറഞ്ഞിട്ട്, and then you can add these routines, these challenges as per the cycle or the phase you are in. So that's it. So അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ. So that's it. ഞാൻ ഇനിയും മുന്നോട്ട് ഇതുപോലുള്ള ഓരോ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ എൻ്റെ ഗോൾ എന്ന് പറയണത് I should be able to do strength training or cardio or any kind of physical activity the first thing in the morning till I'm alive. ലൈക്ക് എത്ര വയസ്സ് വരെ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഐ ഷുഡ് ബി ഡൂയിങ് ഈസ് ലൈക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. അതിനുള്ള ആരോഗ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഐ എം നോട്ട് ചേസിങ് എനി വെയിറ്റ് ലോസ്, ഐ എം നോട്ട് ചേസിങ് എനി കൈൻഡ് ഓഫ് ലൈക്ക് 3 months ഇത്ര കെജി കുറഞ്ഞു, 2 months ഇത്ര കെജി കുറഞ്ഞു. നോ, വി ആർ നോട്ട് ഹിയർ ഫോർ ദാറ്റ്. We are here for the sustainable long-term health, mental, physical and emotional. So that's it guys. Hope ആർക്കെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ്സ് ഇപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഡു കമൻറ്റ് ബിലോ ഓൺ വിച്ച് ഡേ ഓഫ് യുവർ സൈക്കിൾ ആർ യു ഇൻ, ലൈക്ക് ഇന്ന് ഏത് സൈക്കിൾ, സോറി. സോ കമൻറ്റ് ബിലോ on which day of your cycle you are in right now, which phase of your cycle you are in right now. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, ഹൗ ടു ട്രാക്ക് യുവർ സൈക്കിൾ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാം. ഹൗ ടു ട്രാക്ക് യുവർ സൈക്കിൾ, എക്സാക്ട്ലി എങ്ങനെയാണ് ഓരോ ഡേറ്റ് അറിയുന്നതും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അറിയത്തില്ലാത്തവരായിട്ട് കുറേ പേരുണ്ടാവാം. സോ നോ പ്രോബ്ലം, കമൻറ്റിൽ ഇട്ടാൽ മതി. സോ ഐ വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ് ആസ് വെൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിത്ത് ലവ്, അമൃത.